ഈ സിനിമ എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ്. അതുപോലെ മറ്റൊരു സന്തോഷം കൂടി എന്റെ ജീവിതത്തിലുണ്ട്. ഞാനൊരു അച്ഛനാകാൻ പോകുന്ന സന്തോഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ സന്തോഷത്തിന് ഇന്നത്തെ പാക്കപ്പ് പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാരും ജോയിൻ ചെയ്യണം. ശരി. നീ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അപ്പോ ഓൾ ഓഫ് യു നമുക്ക് വൈകിട്ട് കാണാം. നീൽ ഹോട്ടലിലേക്കല്ലേ? അതെ സർ. ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ അങ്ങ് എത്തിക്കോളാം. ഓക്കെ സർ. ശരി, പാർട്ടി കാണാം. ഓക്കെ ഓക്കെ ശരി. ബോബിച്ചായ മതി. ബോബിച്ചായൻ പറയട്ടെ. ഇന്ന് അയാളുടെ ടെൻഷൻ തീരുന്ന ദിവസമല്ലേ? അങ്ങ് പറ ബോബിച്ചായ. അതാണ് അത്. ഹലോ. ബോബിച്ചായ വന്നല്ലോ നായകൻ. എടോ നായകൻ, ഈ പെഗ് ഇയാൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയാ. താങ്ക് യു സർ. ആഹാ, നായിക എത്തിയല്ലോ. അല്ല, നീൽ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ മദ്യം കഴിക്കാറില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കാം. അല്ല നീലേ, നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നത്? എന്നാ പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടായിരുന്നോ? ബെല്ലും ബ്രേക്കും ഇല്ല. അത് സാരമില്ല. ബോബിച്ചായൻ പറഞ്ഞതൊരു സത്യം തന്നെയാ. ഒരിക്കൽ സ്നേഹിച്ചവരാ ഞാനും നീലും. വിവാഹം നടന്നില്ല, അത്രയുള്ളൂ. അതല്ലെങ്കിലും അങ്ങനെ അനുഭവിക്കാനും വേണം ഒരു യോഗം. എന്താ മേഡം? വാ പറയാം. വിട്ടുപോകും ആർക്കായാലും. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അതിനിട വരുത്തരുത്. മേഡം, സംഗതി റെഡി. ചെല്ല്, അവിടെ നിൽപ്പുണ്ട്. ദാ നിൽക്കുന്നു നമ്മുടെ നീല്. അറിയാലോ, ഇത് പാക്കപ്പ് പാർട്ടി അല്ല, നമ്മുടെ നായകൻ അച്ഛനാകാൻ പോകുന്നതിന്റെ പാർട്ടിയാ. നീലേ, മകനായാലും മകളായാലും തനിക്കൊരു നന്മയുള്ള കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനി എല്ലാരും ഒന്ന് കൈയടിച്ചേ. Come on, come on. Thank you. Cheer up. ഇല്ലാത്ത കുഞ്ഞിന്റെ പേരിലൊരു പാർട്ടി. എന്താ അവിടെ? നീൽ, നീൽ, എന്താ പറ്റിയത്? എന്താ പറ്റിയത്? എന്താ പറ്റിയത്? ഇയാൾ മദ്യവെച്ചിട്ടില്ലായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാലോ? ബോബിച്ചയാ, വേണ്ട ബോബിച്ചയാ, അല്പനേരം മുറി കൊണ്ട് കിടത്തിയാ മതി, മാറിക്കോളും. ക്ഷീണം കൊണ്ട് വീണതായിരിക്കും. നീൽ, നീൽ, എന്ത് പറ്റി? ഒരു കുഴപ്പമില്ല. ഇല്ല സർ, കുഴപ്പമില്ല സർ, ഞാൻ മാനേജ് ചെയ്തോളാം. മാറിക്കോളും. ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഒരു കുഴപ്പമില്ല. എന്താ പറ്റി? നീലിനെ വിളിച്ചിട്ട് കിട്ടാതെ അവൾ ഇന്ന് ടെൻഷൻ അടിച്ച് മരിക്കണം. കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പെടഞ്ഞ് പെടഞ്ഞ് ഈ രാത്രി വെളുപ്പിക്കണം. ഈ വേദയുടെ ചൂണ്ടക്കുളത്തിൽ നിന്നെ ഞാൻ കുരുക്കും സ്വാതി.
ഹലോ. ഏട്ടാ, ഏട്ടനെന്ത് എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ മുറിയിൽ. നീ ഇതെവിടെയാ? നമ്മുടെ മുറിയിലോ? ദേ, ചുമ്മാ ഭ്രാന്ത് പറയല്ലേ. ഏട്ടൻ എവിടെയാ? സ്വാതി, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? നീൽ, നല്ല ഉറക്കം വരുന്നു. എടി, ഒന്ന് എണീക്കാൻ. എന്നെ ആരാ ഇവിടെ കൊണ്ട് കിടത്തിയത്? എനിക്ക് എന്താ പറ്റിയത്? എടി, എണീക്കാൻ. നിന്നോടല്ലേ ചോദിച്ചത്? ഞാൻ ചോദിക്കുന്ന നീ കേട്ടില്ലേ? എടി, എനിക്ക് എന്താ പറ്റിയത്? നീ എങ്ങനെ ഇവിടെ വന്നു? പറയടി. എടി, പറയാൻ. നീലിന് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. സ്നേഹം? ആ, രാവിലെ ഫ്രഷായി പോകാൻ ഇറങ്ങിയോ? ദേ ബോബിച്ചേ, നിങ്ങളും കൂടെ ചേർന്നാണ് എന്നെ ചതിച്ചത്. ചതിച്ചോ? ആര്? ബോധം കെട്ട് വീണപ്പോ വേദയല്ലേ എടുത്തോണ്ട് പോയത്. ഞാൻ കരുതി നിങ്ങൾ അറിഞ്ഞു വെച്ചോണ്ടുള്ള എന്തോ പരിപാടിയാണെന്ന്. ദേ ബോബിച്ചേ, നോക്ക്, വെറുതെ വായി തോന്നുന്നു വിളിച്ച് പറയല്ലേ രാവിലെ. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, ഞാനൊന്നും ചോദിക്കുന്നുമില്ല. ദേ, ഇത് തരാനാ ഞാൻ രാവിലെ വന്നത്. ബാക്കി തുക മുഴുവനും എഴുതിയിട്ടുണ്ട്. ദാ, ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് വാങ്ങിച്ചേ. അപ്പ പിന്നെ ബോബിച്ചായം പോവാ. നല്ല ഉറക്കക്ഷീണം കാണുന്നുണ്ട്. നീലിനോടൊരു താങ്ക്സ് പറയണം. ഇന്നലത്തെ രാത്രി എനിക്ക് സമ്മാനിച്ചതിന്. മറക്കില്ല ഞാൻ ഒരിക്കലും. ഇനി ഒരിക്കലും എന്റെ മുൻപിൽ നിനക്ക് ജയിക്കാനാവില്ല സ്വാതി. നീ തോറ്റു. പൂർണ്ണമായും നിന്നെ ഈ വേദ തോൽപ്പിച്ചു. ബാക്കി നമുക്ക് നേരിൽ തീർക്കാം. വെക്കട്ടെ? ബൈ. എടുക്കുന്നില്ലല്ലോ. നന്ദിനെ വിളിക്കാം. ഏട്ടത്തി, സംസാരിക്കേട്ടത്തി. സ്വാതി, ഹലോ. ഹലോ സ്വാതി. ഏട്ടത്തി വേഗം, ഫോൺ കട്ടാവും. ഏട്ടൻ ഹോൾഡ് ചെയ്യാ. ഹലോ സ്വാതി. ഹലോ 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 സ്വാതി, കേൾക്കുന്നില്ലേ? ഹലോ. വെച്ചോ. ബാബുച്ചായ, ഇന്നലെ രാത്രി അവിടെ എന്താ ഉണ്ടായത്? അത് പിന്നെ മോളെ, പറയത്തക്കതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നീലിനൊരു അബദ്ധം പറ്റിയതാ. പറ ബാബുച്ചായ, എന്താ അവിടെ സംഭവിച്ചത്? സത്യം പറ. അത് മോളെ അറിയാലോ, ഇന്നലെ ഷൂട്ടിംഗ് പാക്കപ്പ് ഡേ ആയിരുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ? കള്ളം പറഞ്ഞതിന് നീൽ ചിലപ്പോ സ്വാതിയോട് പൊട്ടിത്തെറിച്ചേക്കാം, വഴക്കിട്ടേക്കാം. ചിലപ്പോ ആ വീട്ടിലുള്ള എല്ലാവരും സ്വാതിയെ വെറുത്തേക്കാം.
പക്ഷെ അത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. സ്വാതി അതിന്റെ പേരിൽ അവർ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിന്റെ പേരിൽ നീൽ സ്വാതിയെ ഉപേക്ഷിക്കില്ല. പക്ഷേ സ്വാതിക്കിനി ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിയില്ലെന്ന് ആ വീട്ടിലുള്ളവർ തിരിച്ചറിയുമ്പോഴോ? സ്വാതി ഉപേക്ഷിക്കപ്പെടും. എങ്ങനെ? അതൊക്കെ ഇനി വരാൻ പോകുന്ന കളികളാ വൈശാഖി. രാത്രി മുഴുവൻ ആ പാവം നിന്നെ വിളിച്ച് തളർന്നു. കള്ളു കുടിച്ച് ശീലമില്ലാത്തവൻ ആ പണിക്ക് പോകരുത്. അഥവാ പോയാൽ ആ കാര്യം നീ സ്വാതി വിളിച്ച് പറയണമായിരുന്നു. എന്തിനാടാ ആ പാവത്തിന് ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നേ? ചെല്ല്, ഇന്നലത്തെ ചൂടും ദേഷ്യമൊക്കെ അവൾ ഇന്ന് തീർക്കും. അച്ഛ, അത് ഞാൻ ഇന്നലെ... വേണ്ട വേണ്ട, ഏറ്റുപറച്ചിലൊന്നും എന്നോട് വേണ്ട. അതൊക്കെ അവളോട് പറഞ്ഞാൽ മതി. ചെല്ല്, അവളാകെ വിഷമിച്ചിരിക്കുക. ഇവന്റെ ഒരു കാര്യം, ഒരെണ്ണം കഴിച്ചപ്പോഴത്തേക്കും ബോധം പോയി കാണും. ഇന്നവന് സ്വാതിയുടെ നിന്ന് ശരിക്കും കിട്ടും. നീ ഇത്രയ്ക്ക് തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. വേദ എന്നെ വിളിച്ചിരുന്നു. രാത്രി വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ്. പക്ഷെ ഒരു തവണ വിളിച്ചപ്പോഴേ നീലിന്റെ ഫോൺ ഓൺ ആയിരുന്നു. നീലേ, ആ സമയത്ത് ഫോൺ എടുത്തതേ വേദയായിരുന്നു. അവള് രാത്രി നിന്റെ അടുത്ത് എങ്ങനെ വന്നേ? എന്റെ നീലേ, നീ അല്ലാതെ ആരെങ്കിലും അവളുടെ അടുത്ത് ഫോൺ വെച്ചിട്ട് ബോധം കെട്ട് കിടക്കും? എന്തൊക്കെ ചെയ്തു കാണുമെന്ന് ആർക്കറിയാം. അവൾ എന്നെ ചതിക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ പദ്ധതി അത്. കുടുങ്ങിപ്പോയി. ഇതൊക്കെ പറഞ്ഞ സ്വാതി വിശ്വസിക്കോ? എന്തായാലും സ്വാതിയെ നേരിട്ടേ പറ്റൂ. എല്ലാം തുറന്നു പറയാം. അതേ വഴിയുള്ളൂ. ഈശ്വര, രക്ഷിക്കണേ. സ്വാതി, 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 വാതിലോർക്കാൻ. സ്വാതി, സ്വാതി, വാതിലോർക്കാൻ. സ്വാതി, സ്വാതി, വാതിലോർക്ക്. സ്വാതി, വാതില് തുറക്കാൻ. സ്വാതി, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. വാതില് തുറക്ക് സ്വാതി. സ്വാതി, സ്വാതി, ഞാൻ... വേണ്ട, ഞാൻ എല്ലാം കേട്ടു. ബാക്കി അവളും പറഞ്ഞു. നാണോ ഇല്ലായിരുന്നോ ഏട്ടന്? കുറച്ചു മുമ്പേ അവൾ എന്നെ വിളിച്ചിരുന്നു, വേദ. ഇന്നലെ രാത്രി നിങ്ങൾ അവളോടൊപ്പം ഉറങ്ങിയതിന്റെ വീരകഥകൾ പറയാൻ അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും ഒരിക്കലും ഒരു തെറ്റും ശരിയായി മാറില്ല. ഇവിടെ തോറ്റത് ഏട്ടനല്ല, ഞാനാ. ഇന്നലെ രാത്രി അവൾ ഏട്ടന് മദ്യം കൊടുത്ത് മയക്കി. രണ്ടുപേരും കൂടി ഒരു മുറിയില് ബോധമില്ലാതെ. ബോധമില്ലാതെ എവിടെ ആരുടെ കൂടെ കിടന്നാൽ എന്താ ഏട്ടത്തി? ഇതിനു വേണ്ടി തന്നെയായിരിക്കും അമ്മായിയെ കൊണ്ട് അവൾ എന്റെ യാത്ര മുടക്കിയത്.
അവൾ എന്റെ ഏട്ടന്റെ അടുത്ത് ഒരു രാത്രി മുഴുവൻ. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ബോധം കെട്ടി കിടക്കുന്നവർക്ക് ആരെല്ലാം രാത്രി ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നു, ഇതും അതുപോലെ എന്നങ്ങ് കരുതിയാ മതി. ചുമ്മാ ഭ്രാന്ത് പറയാതെ പോയി തണുത്ത വെള്ളത്തിൽ കുളിക്ക് പെണ്ണുമ്പിളെ. ലോകം എന്റെ കാൽച്ചുവട്ടിലാണെന്നുള്ള അഹങ്കാരത്തിന് ഒരു ശമനം കിട്ടും. ഇത് അഹങ്കാരം അല്ല നന്ദിനി, ആത്മവിശ്വാസമാ. അതുകൊണ്ടല്ലേ എന്നെ ഇവിളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാനിങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുന്നത്. ഇന്നു മുതൽ നീലിന്റെ ജീവിതത്തിൽ ഇവൾക്കൊപ്പം തന്നെ തുല്യ അവകാശമുള്ളവളാ ഞാനും. അധികാരം കാണിക്കാൻ നീങ്ങ് വാടി, നിന്റെ ജീവൻ എടുക്കും ഞാൻ. ഇനി അതിന് നീല് സമ്മതിക്കില്ല. ഒരിക്കലും. എന്ത് പറഞ്ഞു സ്വാതിയെ ഞാൻ ആശ്വസിപ്പിക്കും? ഈശ്വര, എന്ത് പറഞ്ഞെങ്കിലും അവളുടെ പിണക്കം മാറ്റിയേ പറ്റൂ. ഞാൻ പറഞ്ഞത് അവൾ ഇനിയും വിശ്വസിച്ചിട്ടില്ല. സ്വാതി, സ്വാതി, ഈ മുറിവ് ഞാൻ മറക്കില്ല. ഈ ജന്മം മുഴുവൻ നീലിനെ ഓർക്കാൻ എനിക്കിത് മതി. എന്റെ മേലുള്ള എല്ലാ അവകാശവും അധികാരവും ഇനി നീലിന് മാത്രമാ. ഇത്രയും സ്നേഹം നീലിന് എന്നോടുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അതിനു മുൻപ് നീലിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയണേന്നാ എന്റെ പ്രാർത്ഥന. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നതേ എന്റെ ഭാര്യ സ്വാതിയാ. നീ പറയുന്നത് മുഴുവൻ കള്ളക്കഥയാ. എന്റെ സ്വാതി മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ. അതിനിടയിലേക്ക് നീ കള്ളക്കഥയുമായി കയറി വന്ന പിന്നെ നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എനിക്ക് നിന്നോട് അറപ്പാ. നിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് വെറുപ്പാ. കേട്ടോടി പുല്ലേ. സ്വാതി, 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 എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് ഏട്ടനെ വിശ്വാസം. സ്വാതി, ഞാൻ മതി ഏട്ടാ, ചെല്ല് ചെല്ല്. ഷൂട്ട് കഴിഞ്ഞ് തളർന്നു വന്നതല്ലേ, പോയി ഫ്രഷ് ആവ്. സിനിമാ നടികളുടെ സെന്റിന്റെ മണമൊന്നും എനിക്കിഷ്ടമല്ല. നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് കുളിക്കണം.
നോക്കി നിൽക്കാതെ ചെല്ല്. കുളിച്ചു കഴിയുമ്പോ ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം. അതൊക്കെ പോട്ടെ, അതല്ല ഇപ്പൊ നമ്മുടെ പ്രശ്നം. സ്വാതിയെ കബഡി കളിക്കാൻ ഇറക്കാൻ പറ്റുമോ ഇല്ലയോ? ഇന്നലെ വരെ ആ ചോദ്യത്തിന് എന്റെ കയ്യില് ഉത്തരവില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എന്റെ കയ്യില് അതിനുള്ള ഉത്തരവുണ്ട്. എന്താ നിന്റെ ഉത്തരം? പറ്റുമെന്നോ അതോ ഇല്ലെന്നോ? പറ്റും. ഒരു കള്ളം 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞ് സത്യമാക്കുന്ന വിദ്യ അവളിപ്പോ പ്രയോഗിച്ചത്. ഇതാർക്കാ? ഏട്ടനാണോ? അല്ല, വേറൊരാൾക്കാ. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. കാവിലെ ഭഗവതിയുടെ ശാന്തരൂപം ആയിരിക്കില്ല ഈ സ്വാതിക്ക്. പകരം ദാരുകനെ നിഗ്രഹിക്കാൻ മുടിയേറ്റ് ഉറഞ്ഞു തുള്ളുന്ന ഭദ്രകാളിയുടെ രൂപമായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. തൽക്കാലം നീ ചായ കുടിക്ക. കൊള്ളാം നിന്റെ ചായ. താങ്ക്സ്. അല്ല സ്വാതി, ഈ ഭദ്രകാളിയുടെ കയ്യില് അപ്പൊ പള്ളിവാളും ചിലമ്പൊക്കെ ഉണ്ടാവില്ലേ? ദാരികന്റെ തല വെട്ടിയെടുക്കാൻ? നിന്റെ തല വെട്ടാനുള്ള പള്ളിവാള് മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട്. ചായയാണ് കൊല്ലുന്നതിന് മുൻപുള്ള ദയ അല്ലേ? ഇന്നലെ നീൽ എന്നോടൊപ്പം ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞത് നീ ഇനിയും വിശ്വസിച്ചില്ല അല്ലേ? ഞാൻ വിശ്വസിച്ചു, പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. പക്ഷെ നിന്നെയല്ല, എന്റെ ഏട്ടനെ. എടി, എന്റെ ഏട്ടനെ എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് സ്വബോധത്തോടെ എന്റെ ഏട്ടൻ എന്നെ വഞ്ചിക്കില്ല. അതെനിക്ക് ഉറപ്പാ. നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ നീലിനെ? അതെ, അത്രയ്ക്ക് വിശ്വാസം എന്റെ ഏട്ടനെ. ഏട്ടൻ ഏത് സമയവും ഒരച്ഛനാകാനുള്ള ആഗ്രഹവും മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്നയാളാ നീൽ. നീൽ ഉറച്ചു വിശ്വസിക്കുന്നത് നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടെന്ന് തന്നെയാ. അതില്ലാന്നെങ്ങാനും നീ ഇനി നീലിനോട് പറഞ്ഞ ആ നിമിഷം അറപ്പോടെ നീൽ ആട്ടിപ്പായിക്കുന്നത് നിന്നെയായിരിക്കും. എന്താ സംശയമുണ്ടോ നിനക്ക്? അവൾ ഇനിയും അതിന് സമ്മതിച്ചിട്ടില്ല. അവള് മാത്രമല്ല, വല്യച്ഛനും. വളരെ തന്ത്രപൂർവം വേണം അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. ആദ്യം എനിക്ക് വടിവാൾ മേരിയെ ഒന്ന് കാണണം. ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ഒന്നോർത്തു വെച്ചോ, ഒരു ചെറിയ പിഴവ് പോലും പറ്റാത്ത ബുദ്ധിയും തന്ത്രവും കൊണ്ടായിരിക്കണം സ്വാതിയെ വീഴ്ത്തേണ്ടത്. അത് ഞാൻ ചെയ്തിരിക്കും.
എനിക്കെല്ലാം മനസ്സിലായി. ബാക്കിയെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ശരി, വയ്ക്കൂ. ആ, അപ്പൊ ഞാൻ പോട്ടെ മാഡം. വേദേ, സ്വാതി നീലിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിന്ന് തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്താ നിന്റെ പ്ലാൻ? ഇങ്ങനെ ലക്ഷ്യമില്ലാതെ ഭ്രാന്ത് പിടിച്ച മനസ്സുമായി അലങ്ങി തിരിയാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഇത് സഹിക്കാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും മനസ്സിലിങ്ങനെ ഉമിത്തി പോലെ നീറി പടർന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഏട്ടനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ജീവന് തുല്യം എന്നെ സ്നേഹിക്കുന്ന ആളാ എന്റെ ഏട്ടൻ. ആ ഏട്ടന് ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റ് പറ്റി. അതും വേദം ഒരുക്കിയ ഒരു ട്രാപ്പ്. ഏട്ടനോട് ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത്രയും നാൾ ഞാൻ ഏട്ടനെ സ്നേഹിച്ചതിന് എന്താ അർത്ഥം? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അഹങ്കാരം കാണിച്ചിട്ട് എന്നെ പുകഴ്ത്തി സംസാരിക്കുന്നോ? ഇതൊക്കെ കേട്ടേ ഞാൻ അങ്ങ് വീണു പോകുന്ന എപ്പോഴും അങ്ങ് വിചാരിക്കണ്ട. ഏട്ടാ, എനിക്ക് ഏട്ടനെ വിശ്വാസം. ഇന്നലത്തെ രാത്രി നമുക്ക് മറക്കാം. ഇനി അതിനെക്കുറിച്ച് ഓർക്കുക വേണ്ട. താൻ പറഞ്ഞു തന്നെ ശരി. മറക്കേണ്ടതൊക്കെ മറക്കുക തന്നെ വേണം. ഇപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ആണോ? ഏത് മാഗസിൻ? ഓ, അത് ശരി. ആ, അതേടാ, അച്ഛനാവാൻ പോകുന്നതിന്റെ ഒരു ത്രില്ലിലാ ഞാൻ. ഓ, കാണാം. നീ വന്നിട്ട് വിളിച്ചാ മതി. ഓക്കേടാ. സ്വാതി, ഇതിന്റെ ഒരു പഴയ കൂട്ടുകാരനാ. താൻ പ്രഗ്നന്റ് ആയ കാര്യം അറിഞ്ഞിട്ട് വിളിച്ചതാ. ഏതോ ഒരു ഫിലിം മാഗസീനില് ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു പോലും. ആക്ടർ നീൽ മഹേഷ് അച്ഛനാകാൻ പോകുന്നു. ഇതും പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറാൻ പറ്റില്ല. സാധാരണഗതിയിലാണെങ്കിൽ അത് പറ്റത്തില്ല. പക്ഷെ ഇതിപ്പോ ആവശ്യം നമ്മുടേതായി പോയില്ലേ? എന്ത് കളി കളിച്ചിട്ടായാലും സ്വാതിയെ ഇറക്കിയേ പറ്റൂ. അവളുടെ കള്ളഗർഭം പൊളിക്കാനുള്ള ഒരേ ഒരു വഴിയാ ഈ കബഡി കളി. അവൾക്ക് ഗർഭമില്ലെന്ന് നിങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ അത് സത്യമാണെന്ന് തന്നെ വിശ്വസിച്ചിരിക്കുവല്ലേ? അതെ, ആ വിശ്വാസം തന്നെയാ സ്വാതിയുടെ ബലവും. അത് നിങ്ങൾ തകർക്കണം. അവളെ എങ്ങനെയെങ്കിലും കളിക്കളത്തിൽ എത്തിക്കണം. അവളവിടെ എത്തിയ അവളെ കളത്തിലിറക്കുന്ന കാര്യം ഞാനും വേദയും ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ഗൗരി പറയുന്നത്? മത്സരത്തിനൊരു വീറും വാശിയും വരട്ടെ എന്ന് വിചാരിച്ച വേദയുടെ ടീം ഇറങ്ങുന്നത്. അത് മനസ്സിലായി. മത്സരം ഞാനും വേദയും തമ്മിലാവുമ്പോ കാണുന്നവർക്കും അതൊരു രസമായിരിക്കും അല്ലേ? അത് കണ്ട് പൊട്ടിച്ചിരിക്കാനും പരിഹസിക്കാനും കളിയാക്കി ചിരിക്കാനും പിന്നെ ആരൊക്കെ വരും? സ്വാതി, നിങ്ങൾ തമ്മിലുള്ള ശത്രുതയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ടീമിനൊപ്പം കളിക്കാൻ ഇറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ അവിടം വരെ വന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടെ? അതിലെന്താ നഷ്ടം? അതെ, പ്രോത്സാഹിപ്പിക്കാം. വേദയുടെ ടീമിന്റെ തോൽവി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അച്ഛന്റെയും ഏട്ടന്റെയും അനുവാദം വേണം. അവര് സമ്മതിക്കാതെ ഞാൻ വരില്ല. ഈ കള്ളഗർഭത്തിന്റെ കഥ പൊളിക്കാൻ തന്നെയാടി ഈ കബഡികളി മത്സരം. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങ്. എന്നാലല്ലേ കളിക്കൊരു രസം ഉണ്ടാവൂ. ഏട്ടത്തി എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ? വടിവാൾ മേരിയ മലർത്തി അടിക്കാൻ കഴിയുന്നവര് എന്റെ കയ്യിൽ വേറെ ഉണ്ട്. എടി, ഞങ്ങൾ മത്സരിക്കും. വേണ്ടി വന്ന ജയിക്കുകയും ചെയ്യും. എന്താടി ഇവള് പറഞ്ഞത് കേട്ട് കബഡി കളിക്കിറങ്ങാൻ ധൈര്യമുണ്ടോ നിനക്ക്? ഉണ്ടടി. ഈ സ്വാതി ഒറ്റയ്ക്ക് മതി നിന്റെ ഏത് സൈന്യത്തെ നേരിടാൻ. എടി, എന്റെ കൈ പിടിക്കാനുള്ള യോഗ്യത നിനക്കാവുമ്പോ ഞാൻ പറയാം. പോയി കബഡിക്ക് ആളെ കൂട്ട്. ടീം സ്വാതി ഇറങ്ങിയിരിക്കും.
കാണാം. ഏട്ടത്തി. അതെ നന്ദിനി, ടീം സ്വാതി കബഡി കളിക്ക് ഇറങ്ങിയിരിക്കും. നീ തന്നെയാ ക്യാപ്റ്റൻ. വായിലിരിക്കുന്ന ആദ്യം ഇറക്കാൻ നോക്ക്. ഓ ഓ, ആനക്കാരത്തിനിടയ്ക്ക് അവന്റെ ഒരു ചേനക്കാരി. ഗൗരി, ദേ നീ കളിക്കിടയ്ക്ക് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. കലി കയറിയ കണ്ണുപോലും കാണാത്ത ആളാണ് സ്വാതി. അവളുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പിന്നെ ഒരർമാദവും കാണത്തില്ല. നിന്നെ അവൾ ഒടിച്ച് മടക്കി ചുരുട്ടിയാൻ കളയും. പാണ്ടിലോറിക്ക് അടിക്ക് കയറിയ തവളേക്കണക്കായിരിക്കും നിന്റെ അവസ്ഥ. എനിക്ക് ഒരു പേടിയില്ല. സ്വാതിയെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അത് മറികടന്ന് ജയിച്ചു വരാൻ സാധിക്കുമെങ്കിൽ അവള് ജയിച്ചു വരട്ടെ. പക്ഷേ ആ ആളുകൾക്കിടയിൽ എവിടെയെങ്കിലും ഏട്ടത്തിയുടെ തലവെട്ടം കണ്ടാ മതി, സാന്നിധ്യം മതി, ഞങ്ങൾ ജയിക്കും വല്ലിച്ച. സ്വാതി, ഇവളുടെ കുട്ടികളിക്ക് നീ കൂട്ടു നിൽക്കരുത്. എല്ലാ കാര്യത്തിലും പക്വതയോടെ പെരുമാറുന്ന നീ ഈ കാര്യത്തിൽ മാത്രം എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? വാശിയല്ല അച്ഛാ, വേദയ്ക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഒരു മടി. അല്പം തല താഴ്ന്നു പോയാൽ എന്റെ തോളിൽ ചവിട്ടി തലയിൽ കയറി താണ്ഡവം നടത്തും വേദ. അതുകൊണ്ട് അച്ഛാ, ഞാൻ കളിക്കാൻ ഇറങ്ങില്ല. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. എനിക്ക് വല്ലാത്ത ഭയമുണ്ട് നന്ദിനി. വെറുതെ പറഞ്ഞൊരു കളവ് ഇപ്പൊ എന്റെ ജീവിതം തകർക്കാൻ പോകുന്നത് ഈ കണ്ടില്ലേ? ഞാൻ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്? എല്ലാരോടും ഞാൻ സത്യം തുറന്നു പറയട്ടെ. എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഇല്ല, ഇനി ആരോടും ഒന്നും പറയാനുള്ള അവസരം നമുക്കില്ല. കൊടുങ്കാറ്റിൽപ്പെട്ട പായ് വഞ്ചി പോലെയാ നമ്മളിപ്പോ. എവിടെയെങ്കിലും ചെന്നിടിച്ച് ഇത് തകരും. അതിനിടയിലെ അല്പസമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില്. അതുണ്ടാവാതിരിക്കാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ, അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. മാഡം പേടിക്കണ്ട. വടിവാൾ മേരിയുടെ ചെകുത്താൻ സംഘത്തെ നമ്മൾ തോൽപ്പിച്ചിരിക്കും. തോൽപ്പിച്ചാൽ മാത്രം പോരാ, അവനവന്റെ സ്വയം രക്ഷ കൂടി ഉറപ്പുവരുത്തണം. കളിക്കിടയില് നിങ്ങൾക്ക് അപകടം വരുത്താൻ അവര് ശ്രമിക്കും. ആ റിസ്ക് ഈ കളിയിൽ നിങ്ങൾക്കുണ്ട്. കബഡി കളി മരണക്കളിയായി മാറുന്നതിന് മുമ്പ് അവരെ തോൽപ്പിച്ചിരിക്കണം. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായി മാഡം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. നമ്മുടെ കൂട്ടത്തിൽ ആരും ക്രിമിനലുകളില്ല. പക്ഷേ വടിവാൾ മേരിയെ തറ പറ്റിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. ഈ കബഡി കളിയിൽ സ്വാതിക്ക് ഒരു ലക്ഷ്യമായി ഞാനത് പ്രയോഗിക്കും. മോളെ, എന്താടി മോളെ അത്? കുറെ നേരമായിട്ട് നീ ആയുധത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. എന്താ നിന്റെ കയ്യിലുള്ള ആയുധം? പറ. ലോകത്തിൽ ആരും ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരായുധം. ചിലപ്പോ കുറച്ച് ചീപ്പായി പോവും. പക്ഷേ ഇവിടെ എത്ര ചീപ്പായ ആയുധം ഉപയോഗിച്ചായാലും എനിക്ക് അവളെ ജയിച്ചേ പറ്റൂ. അതാണ്. പ്ലീസ്. സമ്മതിച്ചു. പക്ഷേ ഗർഭിണിയായ ഈ അവസ്ഥയിൽ നീ അവിടെ പോകുന്നത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് ഓർമ്മ വേണം. എന്റെ ദൈവമേ, ഈ മനുഷ്യനോട് ഞാൻ ഗർഭിണിയല്ലെന്ന് എങ്ങനെ പറയും? ഈ കബഡികളിൽ എന്റെ ജീവിതം തകർക്കോ? വരുന്നത് പോലെ വരട്ടെ. ആദ്യം ഈ മത്സരം കഴിയട്ടെ. ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിൽ. എന്റെ ഒരു സംശയം, അമ്മ ഒരു വല്ലാത്ത ഭാഗ്യമുള്ള ഇനമാ സ്വാതി എടുത്തി. ഗൗരി, എന്ത് ഭാഗ്യം ഉണ്ടായാലും ഇന്നത്തെ കളിയില് സ്വാതി തോൽക്കും. ഇന്നത്തോടെ സ്വാതിയെ ഈ വീട്ടിൽ എല്ലാവരും വെറുക്കും. നീലിനെ ഇത്രയും നാള് വിഡ്ഢിയാക്കി കോമാളി വേഷം കെട്ടിച്ച സ്വാതിയുടെ വിധി പറയുന്നത് ഇനി നമ്മളായിരിക്കില്ല, നീല് തന്നെയായിരിക്കും.
നീലും അവളും തമ്മിൽ അകലാൻ വേണ്ടി നമ്മൾ എത്ര തവണ നേർച്ച നേർന്നു, എവിടെല്ലാം വഴിപാടുകൾ നടത്തി. എല്ലാം ഇതുവരെ പാഴായിട്ടല്ലേ ഉള്ളൂ. എന്റെ ഭഗവാനെ, ഇന്നെങ്കിലും രണ്ടിനെയും രണ്ട് പാത്രമായിട്ടൊന്ന് പിരിച്ചു തരണേ. സ്വാതിയുടെ ജീവിതത്തിന്റെ വിധിയോ ഇവിടെ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. ദേവി കത്തോടെ എന്റെ ദേവി കത്തോളണേ. ഇവളുടെ കളത്തിലെല്ലാം ഇന്ന് പൊളിയണേ. ഓ ദേവി, ഞാൻ എന്റെ ജീവിതം തന്നെയാ അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഏട്ടത്തി വാ, ഇറങ്ങും. കൊണ്ട് ഈ കുട്ടിക്കുരങ്ങിന്റെ വേഷം കെട്ടിപ്പിക്കുന്നത്. ചാടിക്കളിയടാ കൊച്ചിരാമ, ഓടിക്കളിയടാ കൊച്ചിരാമ. അളിയന്റെ ഒരു വിധിയെ. കഷ്ടം. രാജീവേ, നിനക്കിത് എന്തിന്റെ കേടാ? രാവിലെ തന്നെ നീ എന്നെ അധിക്ഷേപിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കണം. ഞാൻ എന്തിനാ അളിയനെ ആക്ഷേപിക്കുന്നത്? ഈ നാട്ടുകാരല്ലേ അളിയനെ ആക്ഷേപിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അല്ല, നാട്ടുകാരെന്തിനാ? അളിയന് മാത്രമല്ല, ഈ വീട്ടിലെല്ലാവരെയും അവര് പറ്റിക്കും. അവര് കബഡി കളിക്കാൻ ഇറങ്ങും. ഒരു കുഞ്ഞിനെയും വയറ്റിയിട്ടുണ്ട്. സ്വന്തം പെണ്ണുമ്പിള്ളയെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടാൻ അളിയന് മാത്രമേ പറ്റത്തുള്ളൂ. രാജീവേ, ദേ മതി. പറയുന്ന വാക്കുകളൊന്നും തെറ്റിക്കുന്നവളല്ല എന്റെ സ്വാതി. സ്വാതി ഒരു വാക്ക് പറഞ്ഞ അതിലൊരു മാറ്റവും വരില്ല. നടന്നത് തന്നെ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇളക്കാതെ പോയി പണി നോക്ക്. വെറുതെ ആളെ മെനക്കെടുത്താൻ നടക്കുന്നു. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. പക്ഷെ അളിയ ഒന്നും ഓർത്തോ, ഈ കളിയില് തോക്കാൻ പോകുന്നത് അളിയനാണ്. നഷ്ടപ്പെടാൻ പോകുന്നത് അളിയന്റെ ഏറ്റവും വലിയ സ്വപ്നമായ കുഞ്ഞും. പിന്നെല്ലാം അളിയന്റെ വിധി. അല്ല, ഞാനെന്ത് പറയാനാ? ₹1,00,000 സമ്മാനം നൽകുന്ന അഖില കേരള വനിതാ കബഡി കളി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്വാതിയെ കളത്തിലിറക്കിയിരിക്കും ഈ ഞാൻ. ഗൗരി വാ. മോളെ സ്വാതി, ഒരു കള്ളഗർഭം കൊണ്ട് നടക്കല്ലേ നീ? തീർന്നടി, ഇന്നത്തോടെ നീ തീർന്നു. എന്റെ അമ്മോ, എന്തൊരു സാധനം ഇത്! എവിടെ ചെന്നാലും നിൽക്കാൻ അറിയാം. ഏട്ടത്തി വാ, നമ്മുടെ കളിക്കാരെ കാണാം. വേണ്ടായിരുന്നു. ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. അച്ഛൻ ഇത് തന്നെ വേണം. സമ്മതിക്കാതിരുന്ന എന്നെ ഓരോന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് അവൾക്ക് അനുവാദം കൊടുത്തത് അച്ഛനല്ലേ? അനുഭവിക്ക. ഈ ടെൻഷൻ മുഴുവൻ അച്ഛൻ തന്നെ അനുഭവിക്ക. സ്വാതി കളിക്കാൻ ഇറങ്ങില്ല എന്ന് ഉറപ്പ് പറഞ്ഞോണ്ടല്ലേ ഞാൻ നിന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ഇനി ആ വേദയും കൂട്ടരും കൂടെ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നെന്ന് ആര് കണ്ടു?
എടാ, നമുക്ക് അവരിങ്ങ് തിരിച്ചു വിളിച്ചാലോ? അതിന് നടക്കില്ല അച്ഛാ. സ്വാതിയുടെ സ്വഭാവം അച്ഛന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട അതിന്റെ അവസാനം കണ്ടേ മടങ്ങും. ഇത് കബഡി കളിയല്ല സ്വാതി, നിന്റെ കള്ളത്തരം പൊളിക്കാനുള്ള പ്രഗ്നൻസി ടെസ്റ്റാ. അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. ഹെഡി, നിന്റെ പ്ലാനിംഗ് ഒക്കെ കൃത്യമായിട്ട് ഈ സ്വാതിക്കറിയാം. അത് കണക്ക് കൂട്ടി തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. നീ എന്നെ എങ്ങനെ പ്രകോപിപ്പിച്ചാലും ഈ കളിക്കളത്തിൽ സ്വാതി ഇറങ്ങില്ല. ഞാനേ ഗർഭിണിയല്ലേ. അഥവാ ആർക്കെങ്കിലും പരിക്കു പറ്റിയാ പോലും പകരം ഇറങ്ങാൻ ആളെ വേറെ വച്ചിട്ടുണ്ട് ഞാൻ. ഓ, എന്നെ ഇറക്കാൻ നിനക്ക് പറ്റില്ല വേദേ. ഞാൻ ഇറങ്ങില്ല. അതെന്താടി എന്നെ ഇവരെല്ലാം ഞാൻ ഇറങ്ങിയില്ലെങ്കിലും എന്റെ ടീം ഇവരെയൊക്കെ തോൽപ്പിച്ച് പറത്തും. ഹെഡി മേരി, സ്വാതിയെ തോൽപ്പിക്കാൻ നീയൊന്നും വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ എന്നെ കളിക്കളത്തിൽ ഇറക്കിയാൽ അത് നിന്റെയൊക്കെ അന്ത്യത്തിനായിരിക്കും. നീ ഇവരെ കണ്ടോ? എല്ലാം നല്ല ഒന്നാം തരം ക്രിമിനൽ പുള്ളികളാ. പല പല കേസുകളായിട്ട് എന്നോടൊപ്പം ജയിലിൽ കിടന്നിട്ടുള്ളവരാ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരെയും. ഇവരുടെ വാക്കും കേട്ട് നീയൊക്കെ കളിക്കളത്തിൽ അധികപ്പെട്ട് കാണിച്ച പിന്നെ നിന്നെയൊക്കെ ഇവിടുന്ന് വാരി കെട്ടി കൊണ്ടുപോകേണ്ടി വരും. സ്വാതി നിനക്കൊന്നും ശരിക്കറിയില്ല. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കണം. എന്ത് പറഞ്ഞാലും ഞാൻ ഇറങ്ങില്ല വേദേ. ഞാനേ ഗർഭിണിയാ. ആഹാ, നീ ഇറങ്ങും. നിന്നെ ഈ കളിയിൽ ഇറക്കാൻ പറ്റിയ ഒരു ആയുധം എന്റെ കയ്യിലുണ്ട്. എന്തായുധം? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നീ വാ. വാ. എന്താടി, എന്നെ വിടാ. വിടാം. ആദ്യം നീ ഇതൊന്ന് കാണ്. നോക്ക്, ഇതാണ് എന്റെ തുറപ്പിച്ചീട്ട്. ഇതിന്റെ കോപ്പി ഞാൻ എന്റെ പേഴ്സണൽ ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോ നിനക്ക് ഹൃദയാഘാതമൊന്നും വരരുത്. ദാ നോക്ക്. ഇനി നീ തീരുമാനിക്ക്, കബഡിക്കളത്തിൽ ഇറങ്ങണോ വേണ്ടയോന്ന്. എന്തായിട്ട് എന്തുപറ്റി? സ്വാതി, ഈ ബോംബ് എന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. നീ ഇറങ്ങിയില്ലെങ്കിൽ ഇത് ഞാൻ പൊട്ടിക്കും. ദൈവത്തെ പോലെ നീ കാണുന്ന നിന്റെ ഭർത്താവിന്റെ കരിയർ, ജീവിതം, മാന്യത എല്ലാം തോലയും. നാളെ മുതൽ നീ ഈ ലോകത്തിന് മുന്നിൽ വെറും ഒരു പരിഹാസ കഥാപാത്രമായി. ശരിക്കും കുടിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇറങ്ങിയില്ലെങ്കിൽ അവൾ ആ വീഡിയോ പുറത്തുവിടും. ഏട്ടത്തി, നന്ദിനെ, എന്റെ ഭർത്താവ് എനിക്ക് ദൈവത്തിന് തുല്യ. അറിഞ്ഞുകൊണ്ട് സ്വബോധത്തോടെ ഏട്ടൻ തെറ്റ് ചെയ്യില്ല. എന്റെ ഏട്ടന്റെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീഡിയോ വേദയുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഏട്ടൻ ഒരിക്കലും അറിയരുത്. സമൂഹം അംഗീകരിക്കുന്ന ഒരു കലാകാരനാ എന്റെ ഏട്ടൻ. നല്ലപോലെ പ്രോത്സാഹനം ഞാൻ വീണാൽ എന്താടി? നീ ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല. നിന്റെ നട്ടല് പോയി. പ്രിയമുള്ളവരെ, സ്വാതിയുടെ ടീമിന്റെ ക്യാപ്റ്റനായ നന്ദിനിക്ക് പരിക്കേറ്റിരിക്കുന്നു. പരിക്കേറ്റയാളിന് പകരം എത്രയും പെട്ടെന്ന് ഒരു കളിക്കാരിയെ സ്വാതിയുടെ ടീമിലേക്ക് ഇറക്കേണ്ടതാണ്.
കബഡി 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 കബഡി. ഇതാ ആവശ്യകരമായ കബഡിയിൽ മത്സരം ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആരാരെ വീഴ്ത്തും, ആരാരെ അടിച്ചമർത്തും, ഈ കളി കണ്ടു തന്നെ മനസ്സിലാക്കണം. അയ്യോ നന്ദിനി, എനിക്ക് വയ്യേട്ടതേ, കാലിന് വല്ലാത്ത വേദന. നമ്മൾ തോറ്റോട്ടെ, എന്നാലും ഏട്ടത്തി ഇറങ്ങണ്ട. എല്ലാം ഇതോടെ പൊളി. നമുക്ക് നിർത്തായിട്ടതേ, പിന്മാറാം. ഇല്ല നന്ദിനി, എനിക്കിവിടെ തോൽക്കാനാവില്ല. എന്റെ ഏട്ടന് വേണ്ടി എനിക്ക് ഇറങ്ങിയേ പറ്റൂ. ഈ കളി ജയിച്ചേ പറ്റൂ. കബഡി 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 മോളെ നീ കബഡി 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 വരട്ടെ അവളങ്ങോട്ട് വരട്ടെ കബഡി 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 എന്താച്ചാ, എന്തു പറ്റി? ഭാനുമതി ഇപ്പൊ വിളിച്ചിരുന്നു. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? എന്താച്ചാ, എന്താ പറ്റിയത്? സ്വാതി സ്വാതി അവള് നമ്മളോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചു. സ്വാതി കബഡി കളിക്കാൻ ഇറങ്ങി. സ്വാതി? അതെ, നമുക്ക് തന്ന വാക്കിന് അവൾ ഒരു വിലയും കൽപ്പിച്ചില്ല. സ്വാതി പ്രസിഡന്റായ രമേശ് ചേട്ടൻ സ്വാതിക്കും ടീമിനും ട്രോഫി കൈമാറുകയാണ്. അതിനായി സ്വാതിയും ടീമിനെയും വേദിയിലേക്ക് സാക്ഷം സ്വാഗതം ചെയ്യുന്നു. സ്വാതിക്ക് ജയ്, സ്വാതിക്ക് ജയ്, സ്വാതിക്ക് ജയ്, സ്വാതിക്ക് ജയ്, സ്വാതിക്ക് ജയ്. അത് സാരമില്ല ഗൗരി. ഇപ്പൊ അവള് പിടിച്ചിരിക്കുന്നതേ അവളുടെ വിജയത്തിന്റെ ട്രോഫി അല്ല, അവളുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ട്രോഫിയാ അവളെ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. സ്വാതിയും നീലും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ ഇതോടെ കഴിയും. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോണം, വേണ്ടതൊക്കെ പറഞ്ഞു പൊലിപ്പിക്കണം. അവള് ഗർഭിണിയല്ലാന്ന് ഇപ്പൊ നിസ്സംശയം തെളിഞ്ഞില്ലേ? ഇപ്പൊ സ്വാതിക്കുള്ള ഗംഭീര സ്വീകരണം നമ്മൾ അവിടെ ഒരുക്കും. രാവിലെ ഗർഭിണിയായ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പൊ തിരിച്ചു ചെല്ലുന്നതോ
നിനക്ക് ഗർഭം ഇല്ലാന്ന് പറയാൻ. നീല് നിന്നെ ആ നിമിഷം ഇറക്കി വിടും. നീ നോക്കിക്കോ. ഇത്രയും നാള് സ്വന്തം ഭാര്യ ഇങ്ങനെ വിട്ടിയാക്കി ഒരു ഭർത്താവും ഈ ലോകത്തുണ്ടാവില്ല, നീലിനെ പോലെ. എടി, നിന്റെ ഭീഷണി എന്ന് എന്നോട് വേണ്ട. എന്റെ ഏട്ടനെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതിനെ നിന്റെ ഒത്താശൊന്നും എനിക്ക് വേണ്ട. ഏട്ടന്റെ സമ്മതത്തോടു കൂടി തന്നെയാ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ആ, സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കും. അത് പക്ഷെ കബഡി കളിക്കാനാണോ? ആണോന്ന് ാണോ? വരേണ്ട സമയത്തെ വേദ വരും. പക്ഷെ ആ വരവ് താങ്ങാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല സ്വാതി. കാത്തിരുന്നോ നീ. നിന്നെ ചുട്ടരിക്കാനുള്ള തീയുമായിട്ടായിരിക്കും ഇനി വേദ നിന്റെ മുന്നിലേക്ക് വരുന്നത്. അത് താങ്ങാനുള്ള ശക്തി തരണേന്ന് നീ പ്രാർത്ഥിച്ചു. കൊള്ളാം. നീയൊക്കെ എന്നെ ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന വടിവാൾ മേരിയുടെയും സംഘത്തിന്റെയും അവസ്ഥ നീ കണ്ടില്ലടി. നീയൊക്കെ എന്താ കരുതിയത്? ഈ കബഡി കളത്തി വെച്ച് സ്വാതി അങ്ങ് തോറ്റു തുന്നം പാടിക്കാന്നോ? അവളുടെ ഒരു വടിവാൾ മേരിയും ഗുണ്ടകളും. എടി, ഈ സ്വാതി ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. അത് നീ മനസ്സിലാക്കി. ഇത്രയും നാള് തന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച ഭാര്യയോട് ക്ഷമിക്കാൻ നീലിന് കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ സ്വാതി? ഇന്നലെ വരെ നീ ആ വീട്ടിലെ സർവാധികാരിയായിരുന്നു. പക്ഷെ ഇന്നു മുതല് നിന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. നീ തോറ്റു സ്വാതി. ഇന്നലെ വരെ നിനക്ക് സർവ്വ അധികാരങ്ങളും നൽകി നിന്നെ കൈവെള്ളയിൽ രാജകുമാരിയെ പോലെ കൊണ്ടു നടന്ന വല്ലിച്ചൻ നിന്നെ വെറുക്കും. നീ വേഗം വാ സ്വാതി. ഇനി കളിയെ അവിടെയാ, നമ്മുടെ വീട്ടിൽ. ഏട്ടത്തി, എന്റെ മഹേഷേട്ടാ, അവൾക്ക് ഗർഭമില്ല, ഒരു കുന്തവും ഇല്ല. ഭാനുമതി, നീ ഇത്രയും നേരം പറഞ്ഞു മുഴുവൻ ഞങ്ങൾ കേട്ടു. സ്വാതി കബഡി കളിക്കാൻ ഇറങ്ങിയ സാഹചര്യം ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ സ്വാതി ഗർഭിണിയാണെന്ന് കളവ് പറയുമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. സ്വാതിയോട് കബഡി കളിക്കാൻ ഇറങ്ങരുതെന്ന് പറഞ്ഞ ഇവിടുന്ന് വിട്ടത്. എന്നിട്ടും അവൾ കബഡി കളിക്കാൻ ഇറങ്ങി. അത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയണം. അമ്മായി പറഞ്ഞതുപോലെ സ്വാതി ഗർഭിണിയല്ലെന്നോ അവളിപ്പോ ഞങ്ങളോട് കള്ളം പറയുന്നതാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അച്ഛനും മോനും കയറിയ വഞ്ചിയെ ഇപ്പോഴും തിരുനക്കര തന്നെ നിക്കുക. എടാ മോനെ നീലേ, അവളെ വെറും കള്ളിയല്ല, നല്ല ഒന്നാന്തരം കാട്ടുകള്ളിയായിരുന്നു അവള്, അറിയോ? കഴുതയെ പോലെ അവള് പറഞ്ഞ ഗർഭത്തിന്റെ വിഴുപ്പം ചുമന്ന് അവളുടെ പിന്നാലെ മസാല ദോശയും പച്ചമാങ്ങയൊക്കെ കൊണ്ട് നിന്നെ അവള് നടത്തി. ഒടുവിലെ ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി സ്വാതി ഗർഭിണിയേ അല്ലാന്ന്. അതെ മഹേഷേട്ടാ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിലേ എന്റെ ഈ തലയെങ്കിൽ പൊട്ടിത്തെറിച്ച് പോട്ടെ. കള്ളം പറഞ്ഞാണ് എന്റെ ഈ നാവങ്കിയൊക്കെ പുഴുത്തു പോട്ടെ. എന്നാലും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യവാ. ആ, സ്വാതി ഗർഭിണിയല്ല. തോന്നുന്നത് ഇല്ല, സ്വാതി ഒരിക്കലും കള്ളം പറയില്ല. അതെ മഹേഷേട്ടാ, ഞാൻ വേണ്ട ഭാനുമതി, ഇനി ഒന്നും പറയണ്ട. സ്വാതി പറയാതെ ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ആ ഫസ്റ്റ് അങ്ങേരുടെ കിളി പോയി. ഓ, ഇങ്ങനൊരു തന്തയും മോനും, ഓ കഷ്ടം തന്നെ. ഓ സ്വാതി, നീ ഇങ്ങ് വാടി. ഓ, നിനക്ക് വെന്ത് ചാകാനുള്ള അരക്കില്ലത്തിനെ ഞാൻ തീ കൊളുത്തി കഴിഞ്ഞടേ. ഓ, ഇനി നീ ഇങ്ങോട്ട് വന്നാ മതി. ഇതിനകത്ത് കിടന്ന് നീ വെന്ത് ചാകുന്നത് എനിക്കൊന്ന് കാണണം. ആ